ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ മാത്സ് ആണ്. നമ്മൾ പേജ് നമ്പർ 159 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ 6 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലുള്ള രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2 pillars of heights 2 meters and 5 meters stand 4 meters apart. ഒരു പിക്ചർ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ ടോപ്സ്? അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാണേണ്ടത്. വേറൊരു ക്ലൂ നമുക്കിവിടെ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതെന്തൊക്കെ, ഇതൊരു റെക്റ്റാങ്കിളായിട്ട് കൺസിഡർ ചെയ്താലോ അല്ലേ? ഇവിടെ നമുക്കൊരു വര വരയ്ക്കാം. ഇതൊരു റെക്റ്റാങ്കിളാണെന്ന് നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, റൈറ്റ് ആംഗിളിലെ ഹൈപ്പോറ്റന്യൂസ് ആയിട്ട് നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഹൈപ്പോ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റും ഈ ഒരു മെഷർമെൻറ്റും നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി. നമ്മുടെ ABCD എന്ന് പറഞ്ഞൊരു പിന്നെ റെക്റ്റാങ്കിളായിട്ട് ഇതിനെ കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ AB 4 സെൻറ്റിമീറ്റർ വെച്ചാൽ ഇതും എന്തായിരിക്കും, 4 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഒരു മെഷർമെൻറ്റ് കിട്ടി. ഇനി ഇവിടെയുള്ള മെഷർമെൻറ്റ് നമുക്ക് കിട്ടണം. ഇവിടെയുള്ള മെഷർമെൻറ്റ് കിട്ടാൻ ഇത് മൊത്തത്തിൽ എത്രയാണ്, 5 ആണ് തന്നിട്ടുണ്ട്. ഇത് ഇവിടം വരെ 2 ആണ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ 5 മീറ്ററിൽ നിന്ന് ഈ 2 മീറ്റർ, ഈ 5 മീറ്ററിന് ഈ ഒരു 2 മീറ്റർ നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് ഇത്രയുള്ള ഡിസ്റ്റൻസ് കിട്ടില്ലേ? അപ്പോൾ അത് നമുക്ക് 3 കിട്ടി. അപ്പോൾ നമ്മുടെ മെഷർമെൻ്റ് ഒക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് ലെങ്ത് ഓഫ് ഹൈപ്പോ കണ്ടു നോക്കാം. ലെങ്ത് ഓഫ് ഹൈപ്പോറ്റന്യൂസ്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയല്ലോ, ഇവിടെ 4 സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്, ഇവിടെ 3 സെൻറ്റിമീറ്ററും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്, 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. 16 + 9 എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ, 25 ആണെങ്കിൽ നമുക്ക് ലെങ്ത് എത്ര വരും? √25 ദാറ്റ് ഈസ് 5 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ ടോപ്സ് എത്രയാണ്? 5 മീറ്റർ ആണ്. ഓക്കെ, 5 മീറ്റർ ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ബോട്ടം സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഡ്രോൺ ബിലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇവിടെ 13 ആണ്, ഇവിടെയും 13 ആണ്, ഇത് 12 ആണ് തന്നിട്ടുണ്ട്, ഇത് 12 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം, ABC എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ കാണേണ്ടത്, ഇവിടെ AD നമ്മൾ കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് കാണേണ്ടത്, ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിന് നമുക്ക് D എന്ന് കൊടുക്കാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന മെഷർമെൻറ്റ് ഇവിടെ 13 ഉണ്ട്, ഇവിടെ 12 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് AD ആദ്യം കണ്ടുപിടിക്കാം. AD സ്ക്വയർ ഈക്വൽ ടു ഇവിടെ എന്താണ്, 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ. എന്താ 13 സ്ക്വയർ? 13 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ലെങ്ത് ഉള്ള സൈഡ്, ഹൈപ്പോ. അപ്പോൾ നമ്മൾ 13 സ്ക്വയറിന് 12 സ്ക്വയർ മൈനസ് ചെയ്യാണ്. 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 13 × 13 ദാറ്റ് ഈസ് 169. 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144. ഓക്കെ, 169 മൈനസ് 144 എത്രയാണ്? 25 ആണ്. അപ്പോൾ നമുക്ക് AD ഈക്വൽ ടു √25 ദാറ്റ് ഈസ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? AD 5 സെൻറ്റിമീറ്റർ കിട്ടി. ഓക്കെ, ഇവിടെ 5 സെൻറ്റിമീറ്റർ കിട്ടിയ ഇവിടെയും എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ 5E + 5 ദാറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ ലൈൻസ് AB ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ ഈ ഒരു ഇത് ശ്രദ്ധിച്ചാൽ അറിയാം. നമുക്ക് ഇത് നിങ്ങൾ ആ ഡയഗ്രാം നല്ലോണം ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ Aയും Bയും ഉണ്ട്. ഓക്കെ, ഇവിടെ 5 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇവിടെ 4 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചൂടെ? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ നമുക്ക് C എന്ന് പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കാം. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, നമുക്ക് ഇവിടെ ഇതാണ് ഏറ്റവും വലുപ്പമുള്ള സൈഡ് അല്ലേ, 5 സ്ക്വയർ. അപ്പോൾ 5 സ്ക്വയറിന്
4 സ്ക്വയർ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഒരു മെഷർമെൻറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എ സി ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. 5 സ്ക്വയർ എന്ന് പറയുന്നത് 25, 4 സ്ക്വയർ എന്ന് പറയുന്നത് 16. 25 എന്ന് 16, 16 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുക എത്രയാണ്? നമുക്ക് 16 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുക 9 ആണ്. ഓക്കെ, 9. ഓക്കെ, അപ്പോൾ നമുക്ക് എ സി ഈക്വൽ ടു എന്താണ്? √9, ദാറ്റ് ഈസ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എ സി കിട്ടി. ഇനി അടുത്ത ട്രയാങ്കിൾ എന്താണ്? ഇതേ സെയിം എന്നാണ്. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഇവിടെ ഈ ഒരു പി ആർ ആണ് നമുക്ക് കണ്ടത്. സെയിം ഇതുപോലെ തന്നെയാണ് പി ആർ സ്ക്വയർ. ഇവിടെ മെഷർമെൻറ്റിന് വ്യത്യാസമുണ്ട്. 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ നമ്മൾ 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25, 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16. 25 16, 25 മൈനസ് 16 ദാറ്റ് ഈസ് 9. അപ്പോൾ ബി സി ഈക്വൽ ടു എത്രയാണ്? √9, ദാറ്റ് ഈസ് 3. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് ഇവിടെ 3 സെൻറ്റിമീറ്റർ കിട്ടി, ഇവിടെയും 3 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ നമ്മുടെ ടോട്ടൽ ലെങ്ത്ത് എത്രയായിരിക്കും? 3 സെൻറ്റിമീറ്റർ പ്ലസ് 3 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് 6 സെൻറ്റിമീറ്റർ. ഓക്കെ.